ഹലോ ഗൈസ്, NH64 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്നൊരു കോൾ വന്നത്. അങ്ങനെ ഇവിടെ നിർത്തേണ്ടി വന്നു. ഇത് എടമുട്ടം സെൻറ്റർ കഴിഞ്ഞ് മൂരിയാന്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഈ ഇടത് ഭാഗത്ത് കാണുന്നത് ലോറി പാർക്കിംഗ് ആണ്. ലോറി പാർക്കിങ്ങിന് വേണ്ടി കുറച്ച് സ്ഥലം ഇവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട്. ലോറികൾ വന്നിട്ട് അവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണിത്. ഈ ഭാഗങ്ങളിൽ ഒരുവിധം വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഡിവൈഡറുകളുടെ വർക്ക് ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ തളിക്കുളം സെൻറ്റർ കഴിഞ്ഞിട്ട് ബൈപ്പാസിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ ഡിവൈഡറുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളിപ്പോൾ ഒരു SUVP മുകളിലാണ് നിൽക്കുന്നത്. അത് പുലാമ്പുഴക്കടവ് SUVP ആണ്. പുലാമ്പുഴക്കടവ് SUVPയുടെ ഒരുവിധം വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ടാറിങ് എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഫൈനൽ ടാറിങ് കൂടി നടക്കാനിരിക്കുകയാണ്. വാടാനപ്പള്ളി ബൈപ്പാസിൻ്റെ 90% പണികളും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഏരിയകളിലും ടാറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് വാടാനപ്പള്ളി ബൈപ്പാസ് എൻ്റർ ചെയ്യുന്ന കിയ ഷോറൂമിൻ്റെ അവിടെയുള്ള VUP വെഹിക്കിൾ അണ്ടർപാസ്, അതിൻ്റെ വർക്കുകൾ ഇപ്പോഴും പെൻഡിങ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടിപ്പു സുൽത്താൻ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാ വർക്കുകളും ഒരുവിധം തീർന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ തളിക്കുളം എത്തുന്നതിന് മുന്നായിട്ട് ഒരു VUP ഉണ്ട്. അതിൻ്റെയും വർക്കുകൾ കുറച്ച് പെൻഡിങ് ആണ്. ഈ മഴ തീരുന്നതോട് കൂടിയിട്ട് വാടാനപ്പള്ളി ബൈപ്പാസ് തുറന്നു കൊടുക്കാനുള്ള എല്ലാ വർക്കുകളും തീരുമെന്നാണ് പറയുന്നത്. ഇനി ഒരു 2 മാസം കിട്ടിയാൽ മതി. മഴ തീർന്ന് ഒരു 2 മാസത്തിനുള്ളിൽ എല്ലാ വർക്കുകളും ബൈപ്പാസിൻ്റെ തീരും. അങ്ങനെ നമ്മൾ CMS സ്കൂളിൻ്റെ അവിടുന്ന് ക്രോസ് ചെയ്ത് വരുന്ന SUVPയുടെ മുകളിലെത്തി. ഇത് ഒരു SUVP ആണ്, സ്മോൾ വെഹിക്കിൾ അണ്ടർപാസ് ആണ്. അങ്ങനെ നമ്മളങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ കാണുന്ന ഒരു VUP കാണാം. അത് തൃശ്ശൂർ റോഡാണ്. വാടാനപ്പള്ളിയിൽ നിന്നും തൃശ്ശൂരോട്ട് പോകുന്ന റോഡാണ്. അവിടെ ഒരു VUP ഉണ്ട്. അങ്ങനെ വാടാനപ്പള്ളി തൃശ്ശൂർ റോഡ് നമ്മൾ എത്താറായി. ഇപ്പോൾ ഇവിടെയും വർക്കുകൾ എല്ലാതും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇരുവശത്തും കാണാം. ഇവിടെ RE പാനലുകൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. RE പാനലിൻ്റെ വർക്കുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. അത് ഈ മഴക്കാലത്ത് RE പാനൽ വർക്കുകൾ വളരെ ബുദ്ധിമുട്ടാണ്. മണ്ണ് പ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണമാണ് അതങ്ങനെ പെൻഡിങ്ങായി നിൽക്കുന്നത്. അങ്ങനെ വാടാനപ്പള്ളി തൃശ്ശൂർ റോഡിൻ്റെ VUPയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. സർവീസ് റോഡിലാണ് നിൽക്കുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് ടാർട്ടിനുകൾ വെച്ചിരിക്കുന്നതാണ്. അത് ഫൈനൽ ടാറിങ്ങിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ സർവീസ് റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാടാനപ്പള്ളി തൃശ്ശൂർ റോഡ് ക്രോസ് ചെയ്യാറായിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ധന്യ റിസോർട്ടിൻ്റെ പിൻവശമാണ്. അങ്ങനെ ഈ ഭാഗങ്ങളിലെ വർക്കെല്ലാം ഒരുവിധം തീർന്നിട്ടുണ്ട്. ഫൈനൽ ടാറിങ് കഴിഞ്ഞിട്ടില്ല. വണ്ടികളൊക്കെ ഏകദേശം ഓടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ ശിവാലയ ക്യാമ്പിലെത്തി. വാടാനപ്പള്ളി ഇവിടെ പഞ്ച് ചെയ്തിട്ട് വേണം ജോലിക്ക് ഇറങ്ങാൻ. हेल्थ चेकअप है, हेल्थ चेकअप चेक करो, हेल्थ थोड़ा चेक करो. അപ്പം നമ്മുടെ ക്യാമ്പിൽ ഹെൽത്തുകാർ ചെക്കപ്പ് നടത്തുന്നുണ്ട്. മഴക്കാല സാംക്രമിക രോഗങ്ങൾക്ക് ഉള്ള ചെക്കപ്പാണ് നടത്തുന്നത്. അപ്പോൾ എല്ലാവരും ബ്ലഡൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ക്യാമ്പിലെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ തന്നെ നമുക്ക് 2 കംപ്ലൈൻറ്റ് കോളുകൾ വന്നു. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നല്ലൊരു മഴ വരുന്നത്. അപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് ചേറ്റുവ ബ്രിഡ്ജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്.
ഇവിടെ ലോറികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് സൈഡിൽ. ഇന്നിപ്പോൾ കാര്യമായിട്ട് വർക്കുകളൊന്നും നടക്കുന്നില്ല മഴ കാരണം. അപ്പോൾ നേരെ കാണുന്നതാണ് ചേറ്റുവ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ചേറ്റുവ ബ്രിഡ്ജിനോട് ചേർന്ന് നമ്മുടെ രാജ ഐലൻഡ്സിന് അടുത്തുള്ളൊരു 4-5 വീടുകളിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കയറുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പഞ്ചായത്ത് പലതവണയായത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലൊരു പൈപ്പ് ഇട്ട് കൊടുക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഈ കാണുന്നത്. നമ്മൾ JCB പ്രൊവൈഡ് ഇത് കൊടുത്തു, പൈപ്പെല്ലാം ഇട്ടു. പഴയ ഒരു കാന അവിടെ ഉണ്ടായിരുന്നു. ആ കാനയിലോട്ട് പൈപ്പ് ഇട്ടിട്ട് പറമ്പിൽ വെള്ളം പോകുന്ന രീതിയിൽ നമ്മളത് ചെയ്ത് കൊടുത്തു. അപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞു. വെള്ളമെല്ലാം ഇപ്പോൾ നല്ല സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് അംഗങ്ങളും വന്ന് ചെക്ക് ചെയ്ത് നോക്കി. കുഴപ്പങ്ങളൊന്നുമില്ല. ഈ കാണുന്നതാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റ്. അപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്ക് ഫില്ലിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 9:30 സ്റ്റാർട്ട് ചെയ്ത വർക്കാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5-5:30 അപ്പോൾ വർക്കെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഴ ഇങ്ങനെ ആസ്വദിച്ചിട്ടൊരു പീടികയുടെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നാളെ എന്തായാലും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ബൈ.